പ്രിയപ്പെട്ടവരെ, വളരെ അപ്രതീക്ഷിതമായി പുത്തൂര് ബൈപ്പാസിൽ നിന്നും കണ്ട കണ്ണിനും മനസ്സിലും കുളിർമയേകുന്ന ഒരു വീഡിയോയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതാണ് സായി ഗോപാലേട്ടൻ. ചെയ്യുന്ന പ്രവൃത്തി കണ്ടപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചത്. ദൈനംദിന ജീവിതത്തിൽ ഒരു തുക മാറ്റിവെച്ച് പ്രത്യേക സമയവും കൃത്യമായി പാലിച്ച് എല്ലാ ദിവസവും പക്ഷിമൃഗാദികൾക്ക്, കൂടുതലും കാക്കകളാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടത്, ഭക്ഷണം നൽകുന്ന കാഴ്ച. കുറേ സ്ഥലത്ത് നൽകി, ഇനിയും നൽകാനുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിച്ചു. ദൈവം എല്ലാവിധ കരുണയും വർഷിപ്പുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു. വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു ഇതാണ്, പക്ഷെ വലിയ സന്ദേശമാണ് ഈ ഒരു വോയിസിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും സ്നേഹം നൽകുക എന്നുള്ള ഈ പക്ഷേ ഈ വീഡിയോ ചിലപ്പോൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് സഹജീവികളോട് സ്നേഹം കാണിക്കുക എന്നുള്ളത്, അത് ആ ഒരു മനസ്സ് തന്നെ ഉണ്ടാവണം. പണ്ട് കെട്ടിവലിച്ച് കൊണ്ടുപോയി വാഹനത്തിൽ നിന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോയി ക്രൂരത, നായക്ക് അതൊക്കെ വല്ലാത്തൊരു ക്രൂരത തന്നെ. തീർച്ചയായിട്ടും. മാത്രമല്ല നായക്ക് വെള്ളം കൊടുത്ത് ഒരാൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത് എന്താണ്, അയാൾ വിശ്വാസിയാണ്, പക്ഷേ അയാളുടെ പാപങ്ങളൊക്കെ പുറത്ത് കൊടുക്കാൻ കാരണമായത് ആ നായ വിശന്ന് വലഞ്ഞ് വെള്ളത്തിന് വേണ്ടി മണ്ണ് കപ്പുന്ന സമയത്ത് കിണറ്റിലിറങ്ങി തൻ്റെ ഷൂ അതിൽ മുക്കി വെള്ളം കോരിയെടുത്ത് അതിന് കൊടുത്തു. അത് ഒരു ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സ്നേഹം. അതോടൊപ്പം പൂച്ചയെ കെട്ടിയിട്ട് ഒരു സ്ത്രീക്ക് നരകമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രവാചകന്റെ വചനങ്ങൾ ഇവിടേക്ക്. അതുമാത്രമല്ല, സമാനമായി ഒട്ടേറെ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിൻ്റെ ഭാഗമായി ആ പക്ഷിക്കുഞ്ഞിൻ്റെ വിഷയത്തിലും ഉറുമ്പിൻ്റെ വിഷയത്തിലൊക്കെ പ്രവാചകന്റെ സമീപനങ്ങൾ, മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്ന പോലെ ഇതര ജീവജാലങ്ങളോടുള്ള ആ ഒരു സ്നേഹവും കാരുണ്യവും നമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ള, ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം അതിനു വേണ്ടി ഉപയോഗിച്ച് സമയം കണ്ടെത്തണം. അവിടെ പോയിട്ട് ഇതുള്ള സ്ഥലത്ത് പോയിട്ട്, ടൗണിൽ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ, പക്ഷെ അതുള്ള സ്ഥലത്ത് പോയിട്ട് അതെന്ത് ചെയ്തു, കാക്കകൾ അവരതിന് കാത്തിരിക്കുകയാണ് എല്ലാ ജീവികളും. മാത്രമല്ല, ഇപ്പം വേനൽ ചൂട് കടുക്കുമ്പോൾ നമ്മളൊക്കെ പല ആളുകളും വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ. അത് നമ്മൾ ക്യാമ്പസുകളിലൊക്കെ, ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിലൊക്കെ കുട്ടികൾ അതിന് പ്രേരിപ്പിക്കാറുണ്ട്. അതൊക്കെ വളരെ വലിയൊരു നന്മയാണ്. അതാണ്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ആയിക്കോളെന്നുണ്ടാവില്ല. കാരണം ഉപദ്രവിച്ചും അതല്ലെങ്കിൽ അതൊരു എന്താന്ന് പറയാം, ഒരു ശീലമാക്കിയെടുക്കുന്ന ആളുകൾക്കിടയിൽ തൻ്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ട് അതിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു സൈക്കിളിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വാഹനത്തിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക പറഞ്ഞാൽ ചിലപ്പോൾ അത് തിന്നുന്നതിലൂടെ അവർക്കുണ്ടാവുന്നൊരു സമാധാനം ഉണ്ടാവും, സംതൃപ്തിയുണ്ട്. അത് ഏത് വിഷയത്തിലും കൊടുക്കുന്ന വിഷയത്തിലൊക്കെ ഒരു മനസ്സംതൃപ്തിയോടുകൂടി കൊടുക്കുന്നതായിരിക്കണം. ആക്രമിക്കുന്ന, കടിക്കുന്ന നായ, അങ്ങനത്തെ അത് നമ്മൾ ഇല്ലായ്മ ചെയ്യണം. കാരണം അത് ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നത്. എന്നാൽ നായയല്ല, ഏത് ജീവിയാണെങ്കിലും എന്നാൽ നല്ല വിശന്ന് വലയുന്ന തെരുവോരങ്ങളിലൊക്കെ കഴിയുന്ന അവർക്കാരും ഭക്ഷണം കൊടുക്കാനില്ല. അപ്പോൾ അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു പുണ്യമാണ്. കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അതിലും നമ്മളൊരു മാതൃകയാണ് ഇയാൾ എന്നുള്ളത്.